കൂട്ടരെ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാം. അന്ന് എങ്ങനെ നമ്മളെ കുജില്ലാതെ എങ്ങനെ മന്തി ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ഉണ്ടാ വന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ പരമാവധി കുടുംബക്കാർക്കും സ്വന്തക്കാർക്കും അയച്ചു കൊടുക്കുക. നമ്മളെ കൂടിയുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. കോഴി നമ്മൾ ഇതേമാതിരി നടു പൊളിച്ചുമ്പോൾ നമ്മൾ തോല് പൊട്ടാതെ പൊളിച്ചിട്ടോ. ഞാൻ ഒരു കോഴി 2 കാലുമാണ് എടുത്തിട്ടുള്ളത്. കോഴി മുങ്ങളെ അളവിൽ വെള്ളം ഒഴിച്ചു അങ്ങോട്ട് ചെറുനാര നീര് ഉപ്പുമ്പാട്ടിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ കോഴി പച്ചച്ചൂരൊക്കെ പോയിട്ട് നല്ല കണ്ണാടി മാതിരി ഉണ്ടാവും. അപ്പൊ നമുക്ക് മന്തി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ തിജ്ജ് കത്തിക്കുക, ചെമ്പടുപ്പിൽ വെക്കുക, അതിലേക്ക് ഒരു സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചതിന് ശേഷം തിജ്ജാക്ക് ഉള്ളി ഇതേമാതിരി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ഒരു ഉള്ളി എടുക്കുന്നത്, പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്കായൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ തിജ്ജ കൂടുതൽ ചിന്തിച്ചാതെ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ഏകദേശം ഒരു വാടി മുല്ലപ്പൂവിന്റെ കളറായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലേറ്റിൽ ഇതേമാതിരി പരത്തി വെച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ടാൽ മതി. പക്ഷെ തൊലിയുള്ള ഭാഗം അടിക്കാനട്ടോ എന്തെങ്കിലും സുഖമാണ്. മറ്റേന്താ നമ്മൾ ഓരോന്നോരോന്നും ഒരുപാട് ടൈം ആവും. നേരെ കുത്തി താത്തി വെക്കുക, മൂടി വെച്ച് ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതേമാതിരി മറിച്ചിട്ട് കൊടുക്കുക. ഈ മറിച്ചിടുമ്പോൾ തൊലി പൊട്ടാതെ നോക്കണം കേട്ടോ. ഒന്ന് മൂടി വെക്കുക, 300 സെക്കൻഡ് കഴിഞ്ഞാൽ മൂടി ഇങ്ങോട്ട് തുറക്കുക, വീണ്ടും ഒന്ന് വേണമെങ്കിൽ മറിച്ചിടുക. എന്താ വെച്ചാൽ ആ പുറം ഭാഗം നല്ല ചോപ്പ് കളർ വരണം. അതാണ് നമ്മൾ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ചോന്ന് കഴിഞ്ഞാലേ പിന്നെ കൂടുതൽ ചിന്തിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ. ഞാനിപ്പോ ഒരു പാട്ടൊക്കെ 1.5 പാട്ട വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ചെറിയ ജീരകം പൊടിച്ചത്, മന്തി മസാല, കുറച്ച് ഉപ്പ് നേരിട്ട് കൊടുക്കുക. വേറെ മസാലയും കാര്യങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, മൂടിയൊക്കെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഇപ്പൊ ഏകദേശം നല്ല വെട്ടി തിളച്ച് നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, കോഴി ഒന്നും എടുത്ത് മാറ്റുക. കോഴി ഇങ്ങനെ കടന്ന് തിളക്കുമ്പോഴേ വെറുതെ ചട്ടിട്ട് ഇങ്ങനെ കുത്തിളക്കാൻ നിൽക്കരുത്. ഇതിന്റെ തൊലിയൊക്കെ പൊട്ടു. ഇപ്പൊ ഏകദേശം ഞാനൊരു പാത്രത്തിൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 നാരങ്ങ എടുത്തിട്ട് നാരങ്ങ പതില്ലെങ്കിൽ എന്ത് ചെയ്യുക, വലത്തെ കച്ചിന്റെ മുകളിൽ ഇടത്തെ കച്ച് കയറ്റി വെച്ചിട്ട് സ്ലേവിന്റെ മുകളിൽ വെച്ചിട്ട് ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും 4 തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നാരങ്ങ ഒന്ന് പദം വരും. എന്നിട്ട് എന്ത് ചെയ്യും, നാരങ്ങ നേരെ പീഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിന്റെ കുരും കാര്യങ്ങളൊക്കെ എടുത്ത് കളട്ടോ. എന്നിട്ട് ആ നാരങ്ങ നീരിക്ക് കൂടുതൽ ചിന്തിച്ചാതെ കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതേമാതിരി തട്ടെടുക്കങ്ങടായി അലുമിനിയം ഫോയിൽ വെക്കങ്ങട അതിന്റെ മുകളിൽ വേണമെങ്കിൽ വട്ടർ പേപ്പറും വെച്ചിട്ട് എന്ത് ചെയ്യുക, കോഴിയൊക്കെ വെച്ചിട്ട് നേരെ അതിന്റെ മുകളിൽ മസാലയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. ഒരു കാലം അങ്ങട്ടാച്ച ഒരു കാലം ഇങ്ങോട്ട് അങ്ങനെ വെക്കണം കേട്ടോ. അപ്പൊ തന്നെ ലാസ്റ്റ് വെച്ച കോഴിയുടെ കാല് വെച്ചാൽ ശരിയാക്കില്ല, ആ കാലം അങ്ങോട്ട് തന്നെ വെച്ചുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, കജ്ജോണ്ട് ഇതേമാതിരി നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും ആക്കി കഴിഞ്ഞാൽ ഓവണ 20 മിനിറ്റ് മുമ്പ് കത്തിച്ച് വെക്കുക. നേരെ അതിന്റെ ഉള്ളിൽ വെക്കുക. ഒരു 300 സെക്കൻഡ് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ വെള്ളം ഇവിടെ തിളക്കണ്ട്, ഉപ്പുണ്ടോ നോക്കട്ടെ. എന്തായാലും ഉപ്പും കാര്യങ്ങളൊക്കെ ഇറക്കണമൊക്കെ വെച്ചാൽ ഉണക്കനാരെ 2 തുളച്ചിട്ട് കൊടുക്കുക. പിന്നെ കെക്കി വെച്ച് അരി ഇട്ട് കൊടുക്കുക. അരി ഞാൻ 20 മിനിറ്റ് മുമ്പ് കെക്കി വെച്ചുകൊണ്ടു നന്നായിട്ട് കൊട്ടിച്ച് ചകര അരില്ല എന്ന് ഉറപ്പിച്ച് ഒറ്റ അളക്കൽ ഇട്ടോ. നേരെ മൂടിയൊക്കെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചു. വെട്ടി തിളച്ച് വെള്ളമൊക്കെ വറ്റിക്കണം. ഞാൻ ഒറ്റ അളക്കലും കൂടി ഇട്ടോ. 3ാമത്തെ അളക്കൽ പാടില്ല കേട്ടോ, അരി പൊട്ടിപ്പോവും. ചട്ടകം ചെമ്പെന്നെടുക്കുക. ചെമ്പിന്റെ പക്കത്ത് 4 അടി അടിച്ചാൽ കൂടാനോ കുറയാനോ പാടില്ല. കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോവണ്ടുള്ളിൽ വെച്ച് പോയി നേരെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ അതിന്റെ തൊലിഭാഗം കുറച്ച് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുളകാകൊണ്ടോ കളറാണെങ്കിൽ ഇങ്ങനെ വരില്ല. എന്തായാലും അല്ല കൂടുതൽ എന്തിച്ചാൽ പോയി നേരെ ചോറിന്റെ മുകൾക്കാണ് വെച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള പണിട്ടോ. എടുക്കുമ്പോഴും വെക്കുമ്പോഴും നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പേ നമ്മൾ ആക്കിച്ച മസാല ഉണ്ടല്ലോ, നേരെ അതിന്റെ മുകളിൽ കൂടെ അത് കൂടി ഇത് കൂടെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക. എന്താ മന്തി വളമ്പുമ്പോൾ നല്ല കളറും കിട്ടും. അലുമിനിയം ഫോയിൽ എടുക്കുക, അതിൽ ഇതേമാതിരി കണലിട്ട് കൊടുക്കുക. മൂടാൾ അടപ്പിന്റെ മുകളിൽ ഇതേമാതിരി എന്ത് ചെയ്യുക, നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്താ അറിയോ, എണ്ണ പാർന്ന പാടി നമുക്കാണ് മൂട ചകരം പുക പുറത്തു പോകില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഒരു മഞ്ഞ പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക, നേരെ തിജിന്റെ മുകളിൽ പാരിയ മൂടി വെക്കുക. കൂടുതൽ ചിന്തിച്ചെടുത്തിട്ടോ വേഗം 4 ഓർ അങ്ങോട്ട് ടൈറ്റ് ആക്കിയിട്ടേ മുകളിലൊരു കനവും കയറ്റിച്ചൊരു 20 മിനിറ്റ് വെച്ചാൽ മന്തി റെഡിയായി. തിജ് പരമാവധി കമ്മിയൊക്കെ തിജ് കൂടിയാക്കരുത്. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൂടി തുറക്കുമ്പോഴും തന്നെ അലുമിനിയം ഫോയിൽ നേരെ ഇതിന്റെ മുകളിൽ കൗത്തുക. കൗത്തിന് ശേഷം നമ്മൾ തുറക്കാം. മറ്റേത് മൂടി എടുത്ത് അലുമിനിയം പോലെ എടുത്താൽ ആ വള്ളക്കൈക്ക് ചാടും. എന്നിട്ട് എന്ത് ചെയ്യുക, കരിയൊക്കെ എടുത്ത് മാറ്റി ഇതേമാതിരി കോഴി ആദ്യം എടുത്ത് മാറ്റുക. ഇപ്പൊ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുജിലുണ്ടാക്കണ മന്തിയുടെ അത്ര അവിടേക്ക് എത്തൂലെങ്കിലും സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി ഇട്ടത് എന്തായാലും സംഭവം വേറെ ലെവലാണ്. മന്തി വളമ്പുമ്പോൾ ഇതേമാതിരി ചെമ്പിന്റെ അരിവ് കൂടെ ചട്ടം കൊണ്ട് വെച്ചിട്ട് അടക്കി മറിച്ചിട്ടോ. നടുവിലിട്ട് കുത്തി വരകരുത്. എന്താ പറയുക, അരി പൊട്ടിപ്പോവും. മന്തി ഒരു പ്ലേറ്റിന് വളമ്പ് അതിന്റെ മുകളിൽ കോഴിയാണ് വെച്ചുകൊടുക്കുക. പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി ചോപ്പിച്ചാനോ ഓവണില്ലെങ്കിലേ ഫ്രൈ പാനിലെ എണ്ണക്കിട്ടേ ഈ കോഴിയുടെ തൊലിയുള്ള ഭാഗം നേരെ കീപ്പട്ടാക്കി വെച്ചിട്ട് ചെറിയ തിച്ചിൽ വെച്ച് ചോപ്പിച്ചെടുക്കുക. അപ്പൊ അഭിപ്രായങ്ങൾ അറിവുകളും പൊങ്കോക്കാൻ മറക്കരുത്. കുജിലുണ്ടാക്കണ മന്തി കൊടുക്കാൻ എന്തായാലും ഇത് എത്തൂല. അപ്പൊ എല്ലാവരോടും കാണുമ്പോ കാണാം. ബൈ.